പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ ജീവിതത്തിൽ പലതിനും നാം എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുന്നവരാ അല്ലേ? പ്രത്യേകിച്ച് മടുത്ത ന്യായങ്ങൾ, ലെയിം എക്സ്ക്യൂസസ്. ഒരു കാര്യമില്ലെങ്കിലും എക്സ്ക്യൂസസ് പറഞ്ഞ് പലതിൽ നിന്നും മാറിയിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലേ? ഇന്ന് ഞാൻ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം മെഡിറ്റേറ്റ് ചെയ്തു. അതിൻ്റെ 8-ാം വാക്യം ഞാൻ അവിടെ വായിച്ചിട്ട് ബൈബിൾ താഴെ വെച്ച് അല്പസമയം ഇങ്ങനെ ഇരിക്കുകയുണ്ടായി. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൾ തന്നാലാവത് ചെയ്തു. നമുക്കതിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയാം. ലാസറിന്റെ വീട്ടില് യേശുവും ശിഷ്യന്മാരും കടന്നു വന്നപ്പോൾ യേശുവിന്റെ അരികിൽ വളരെ വിലപ്പെട്ട ഒരു പെർഫ്യൂം കൊണ്ടുവന്ന്, അതായത് സ്വച്ഛ ജഡമാംസി തൈലം, വളരെ വിലയേറിയ തൈലം കൊണ്ടുവന്ന് അവിടെ താൻ അത് പൊട്ടിക്കുന്നു. തനിക്ക് എതിരെ അവിടെ ഇരിക്കുന്നവർ സംസാരിക്കുന്നു, ഇവൾ എന്തിനാ ഇത്രയും വലിയ പാഴ്ചെലവ് നടത്തുന്നത്? ഇതൊക്കെ അവൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ യേശുവിനോടുള്ള സ്നേഹം അവൾ എക്സ്പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ എഴുതുക, അവൾക്ക് തന്നാലാവത് അവൾ ചെയ്തു. ആ വചനം എന്നെ ഏറെ സ്പർശിച്ചു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം എക്സ്ക്യൂസസ് പറഞ്ഞ് പലയിടത്തു നിന്നും മാറി നിൽക്കുമല്ലേ? കർത്താവിനെ സ്നേഹിക്കുവാൻ, ആരാധിക്കുവാൻ, കൂട്ടായ്മ അറ്റൻഡ് ചെയ്യുവാൻ, യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, മറ്റൊരു വ്യക്തിയെ സഹായിക്കുവാനൊക്കെ അവസരം നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോഴും നമ്മളുടേതായ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്നൊക്കെ ഒഴിവാകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണേ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ ഈ ആയുസ് അതൊരു ചെറിയ ആയുസിന്റെ ഓരോ ദിവസവും പെട്ടെന്ന് കടന്നു പോകും. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇങ്ങനെ പറയുകയായിരുന്നു, നമ്മളുടെ 1000 സംവത്സരം ദൈവത്തിന് ഒരു ദിവസം പോലെയാ അല്ലേ? അങ്ങനെയാണെങ്കിൽ നാമൊക്കെ ജീവിക്കുന്ന കാലഘട്ടം, അതായത് 70 വയസ്സോ 80ഓ 90ഓ 100ഓ എത്ര ജീവിച്ചാലും, അല്ലെങ്കിൽ നമ്മളുടെ ആ 100-ന് താഴെയുള്ള ആ ഒരു ആയുഷ്കാലം കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം 2 മിനിറ്റ്, ചില മിനിറ്റുകൾ മാത്രമേ കർത്താവിൻ്റെ സൈറ്റിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. ആ ചെറിയ ജീവിതം, ക്ഷണികമായ ജീവിതം നമ്മൾ ഇന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ, ഞാനിപ്പം തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ എൻ്റെ ചെറിയ കാലം, അതായത് സ്കൂളിൽ പോകുന്ന ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇന്ന് എനിക്ക് മക്കളായി, അവർ സ്കൂളിലും ഒക്കെ പഠിക്കുന്നു, കോളേജിലേക്ക് പോകാനൊക്കെ തയ്യാറാകുന്നു. അപ്പം ഞാൻ ഓർക്ക് എന്ത് പെട്ടെന്നാ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ഈ ചെറിയ ആയുസ്സിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇന്ന് ചില ഉള്ളങ്ങളൊന്ന് ഉണർത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, എക്സ്ക്യൂസസ് പറയുവാനാണെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാ, ഒരുപാട് എക്സ്ക്യൂസസ് കാണും. എന്നാൽ കാറ്റിന് വിരോധമായി ഒന്ന് മുന്നോട്ട് പോകുവാൻ, അല്ലെങ്കിൽ തിരക്ക് വിരോധമായി അഗെയിൻസ്റ്റായി മുന്നോട്ട് പോകുവാൻ നമുക്കൊന്ന് തീരുമാനിക്കാം. ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ നമുക്ക് അത് നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കാം. പ്രത്യേകിച്ച് കർത്താവ് കൂട്ടായ്മയ്ക്കായിട്ടും ആരാധനയ്ക്കായിട്ടുമൊക്കെ സമയം തരുമ്പോൾ ഓടിപ്പോകാൻ മനസ്സ് വയ്ക്കാം. ആരാധനയിലേക്ക് ഓടിപ്പോയി ആ കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്ത് ദൈവ സാന്നിധ്യത്തിൽ ആനന്ദിക്കാം. ഒരു വ്യക്തിയെ സഹായിക്കുവാൻ ഒരു അവസരം മുന്നിൽ ലഭിക്കുമ്പോൾ അത് എപ്രകാരം നമുക്കൊരു സഹായം ആ വ്യക്തിക്കായി തീരാം എന്ന് കണ്ട് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനെ സ്നേഹിക്കുവാൻ ഒക്കെ, യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, അതിനൊക്കെ നമ്മുടെ സമയത്തെ മാറ്റിവെക്കാം. ഒരു നേരത്തെ ആഹാരം ഒരു വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ഇവിടെ ഈ സ്ത്രീ തന്നാലാവത് ചെയ്തതുപോലെ നമുക്ക് കഴിയുന്നത് ഈ ദിവസങ്ങളൊന്ന് ചെയ്യാം. നമ്മുടെ സഹജീവികളോട്, ദൈവരാജ്യത്തിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ നമുക്ക് കഴിയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ, നിറഞ്ഞ മനസ്സോടെ ചെയ്യുവാൻ നമ്മളെ തന്നെ ഒന്ന് കർത്താവിന്റെ കരത്തിലേക്ക് വിധേയപ്പെടുത്താം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. കർത്താവേ, കാരണങ്ങൾ പറഞ്ഞ് പലതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാനിട വരാതെ
അങ്ങ് തന്നിരിക്കുന്ന ആയുസ് അത് വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. മഹത്വ അപ്പായിക്ക് ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. ഓരോ ദിവസവും അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, വേറൊരു കാര്യമുണ്ട്. ചിലത് ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ വിമർശനങ്ങൾ കേട്ടേക്കാം, കുറ്റം പറച്ചികൾ കേട്ടേക്കാം, ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിച്ചേക്കാം. ഇതൊന്നും കണ്ട് മനസ്സും മടുക്കരുത് കേട്ടോ. തന്നാലാവത് ചെയ്യും. ചിലത് ചെയ്യുവാൻ തീരുമാനമെടുക്കുക. ഒരു വിമർശന വാക്കുകളും നിങ്ങളെ ക്ഷീണിപ്പിക്കാതെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ. ഇവിടെ ഈ സ്ത്രീ തനിക്ക് വിരോധമായി സംസാരിച്ച വാക്കുകളൊന്നും കെയർ ചെയ്തില്ല. താൻ തന്റെ യേശുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. എൻ്റെ പ്രിയരെയും എന്നെയും കർത്താവ് അതിനായി ബലപ്പെടുത്തട്ടെ. നിങ്ങൾ മറന്നിട്ടില്ലല്ലോ, ഇന്ന് അല്പസമയം കഴിയുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, രാജ്യങ്ങൾക്കായിട്ടുള്ള പ്രാർത്ഥന നമ്മൾ ആരംഭിക്കും. 10 മുതൽ 10:30 വരെ ഇന്ത്യൻ ടൈം. ഇവിടെ ന്യൂയോർക്ക്, ഇവിടെ EST 11:30 മുതൽ 12 വരെ, ഉച്ചയ്ക്ക് 12 വരെ നമുക്ക് ഒരുമിച്ച് കൂടാം. മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് തന്നെ കേൾക്കുന്നവരുണ്ട്. നിങ്ങളുടെ രാജ്യത്തിൻ്റെ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ കണക്ക് കൂട്ടി നിങ്ങളും അതിൽ കയറണമേ. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങളുടെ വിടുതലായി പ്രാർത്ഥിക്കാം. നമ്മളാൽ കഴിയുന്നത് നമുക്ക് ദൈവരാജ്യത്തിൽ ചെയ്യാം. ആ പേരൊന്ന് പറഞ്ഞേ. ഫെബിയാൽ ആവത്. ഫെബി ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടെന്ന് പറഞ്ഞേ. അതെ, നമ്മളാൽ ആവത്. അത് അല്പസമയം വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാനാണെങ്കിൽ നമുക്കതിന് കഴിയും. നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് നമ്മളുടെ ഇന്റർസെസറി പ്രേയറിൽ കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.